എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ശ്രീജിത്ത് പണിക്കരും ബി.ജെ.പിയുടെ യുവ നേതാവും ബി.ജെ.പിയുടെ ചാനൽ ചർച്ചയിലെ മുഖവുമായ യുവരാജ് ഗോകുലും ഏഷ്യാനെറ്റ് സിന്ധു സുരകുമാർ വിഷയത്തിൽ ഇപ്പോൾ പൊരിഞ്ഞ അടി നടക്കുകയാണ്. അപ്പോൾ ഏത് കോണ്ടക്സ്റ്റിലാണ്, ഏത് സാഹചര്യത്തിലാണ് ഈ രണ്ടാൾക്കാരും തമ്മിൽ പരസ്പരം പോരടിക്കുന്നതെന്ന് ഞാൻ വിശദമായി പറഞ്ഞു തരാം. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ശ്രീജിത്ത് പണിക്കർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. അതായത് ഏഷ്യാനെറ്റിലെ സിന്ധു സുരകുമാർ കവർ സ്റ്റോറി എന്ന് പറഞ്ഞ പരിപാടി നടത്തിയില്ലേ, ആ പരിപാടിയിൽ കുംഭമേളയെക്കുറിച്ച് വളരെ മ്ലേച്ഛമായ രീതിയിൽ പല പരാമർശങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്നത് ബി.ജെ.പിക്കാർ മാത്രമാണ്. അപ്പോൾ ഈ പരിപാടി ബി.ജെ.പിക്കാർ പൂർണ്ണമായി കണ്ടില്ല എന്നാണ് ശ്രീജിത്ത് പണിക്കർ പറയുന്നത്. അതായത് പണിക്കർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഞാനൊരു ബി.ജെ.പി നേതാവാണെങ്കിൽ ആ പരിപാടിയിൽ സിന്ധു സുരകുമാർ പറഞ്ഞ കാര്യങ്ങൾ ഒരു ചെറു പുഞ്ചിരിയോടെ മാത്രമേ സ്വീകരിക്കൂ എന്ന്. അപ്പോൾ ശ്രീജിത്ത് പണിക്കറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്ന് ഞാൻ ആദ്യം പരിശോധിക്കാം. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കവർ സ്റ്റോറി എന്ന പരിപാടിയിൽ മഹാകുംഭമേളയെക്കുറിച്ച് സിന്ധു സുരകുമാർ നടത്തിയൊരു പരാമർശം വിവാദമായിരിക്കുകയാണല്ലോ. അത് ഏറ്റെടുത്ത് പ്രതിഷേധിക്കുന്നതിൽ പ്രധാനികൾ ബി.ജെ.പിക്കാരാണ്. എന്നാൽ വിമർശകർ ആ പരിപാടി പൂർണ്ണമായി കണ്ടിട്ടുണ്ടോ എന്നാണ് എൻ്റെ സംശയം. കേരളത്തിൽ CPM-ൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നെന്നും ബി.ജെ.പി കളം പിടിക്കുമെന്നാണ് അതിൽ സിന്ധു പറയുന്നത്. LDF-ൻ്റെയും UDF-ൻ്റെയും വോട്ടുകൾ കൂട്ടമായി ബി.ജെ.പിയിലോട്ട് എത്തുന്നു എന്നാണ് മാധ്യമങ്ങളുടെയും സർവേകളുടെയും അടിസ്ഥാനപ്പെടുത്തി സിന്ധു ആ പരിപാടിയിൽ പറയുന്നത്. കേരളത്തിൽ ഭരണം പിടിക്കാൻ ബി.ജെ.പിക്ക് കൃത്യമായ പദ്ധതിയും അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയും ആവേശമുണ്ട് എന്നും മറ്റു രണ്ട് മുന്നണികൾക്ക് അത് ഇല്ല എന്നാണ് സിന്ധു ആ പരിപാടിയിൽ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് പണിക്കർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സിന്ധുവിനെതിരെ പ്രതിഷേധിക്കുന്ന വലിയ കാര്യമില്ല, താനൊരു ബി.ജെ.പി നേതാവാണെങ്കിൽ അതൊരു ചെറു പുഞ്ചിരിയുടെ കൂടി മാത്രമേ കാണൂ എന്നാണ് പറയുന്നത്. പക്ഷേ ശരിക്കും ഇത് പണിക്കർ ചെയ്തിരിക്കുന്നത് വളരെ അബദ്ധമാണ്. ഏഷ്യാനെറ്റിനും സിന്ധു സുരകുമാറിന് വെള്ളപൂശുന്ന, അതായത് അവർ ന്യായീകരിക്കുന്ന രീതിയിലാണ് പണിക്കർ ഇവിടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് അതിൽ വളരെ മ്ലേച്ഛമായ രീതിയിൽ ഹിന്ദുക്കളെയൊക്കെ, ഹിന്ദു സംസ്കാരത്തെയും സനാതന ധർമ്മത്തെയൊക്കെ അപമാനിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതായത് ലിറ്ററസി ഇല്ലാത്ത, അതായത് നിരക്ഷരായ ആൾക്കാർ മാത്രമാണ് എന്തുകൊണ്ട് കുംഭമേളയിൽ പോകുന്നത്. അപ്പോൾ സിന്ധു സുരകുമാർ ആ പരിപാടിയിൽ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, വിദ്യാസമ്പന്നരായ കേരളത്തിൽ നിന്നു പോലും ഒരുപാട് ആൾക്കാർ കുംഭമേളയിൽ പോയി എന്ന് വെച്ചാൽ എന്താ, അതായത് അവിടെ പോകുന്ന ആൾക്കാരൊക്കെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ്, അതായത് അക്ഷരാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ്. കേരളത്തിൽ ഇത്രയും കൂടുതൽ ആൾക്കാർ പോയത് അത് വളരെ ഗുരുതരമായ തെറ്റാണെന്ന രീതിയിലാണ് സിന്ധു സുരകുമാർ ആ പരിപാടിയിൽ അവതരിപ്പിച്ചത്. ഇത് ശരിക്കുണ്ടല്ല, ശ്രീജിത്ത് പണിക്കർ ഈ പരിപാടിയെ വെള്ളപൂശുന്ന തരത്തിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യുവരാജ് ഗോകുൽ ശക്തമായ ഭാഷയിലാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യുവരാജ് ഗോകുൽ പറയുന്നത് എന്താണ്, പ്രിയ സുഹൃത്ത് ശ്രീജിത്ത് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് വിഷയത്തിൽ നടത്തിയ പ്രതികരണത്തിൽ വിയോജിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞ ആദ്യ ഭാഗം തന്നെ ബി.ജെ.പിക്കാരാണ് പ്രതിഷേധിക്കുന്നത് എന്ന്. ബി.ജെ.പിയുടെ വളർച്ച സൂചിപ്പിക്കാനാണ് സിന്ധു കുംഭമേളയുടെ വിജയത്തെക്കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് ചെറു പുഞ്ചിരിയോടെ സ്വീകരിക്കേണ്ടതായിരുന്നു ബി.ജെ.പി ചെയ്യേണ്ടത് എന്നാണ്. ഇവിടെ വിഷയം ബി.ജെ.പി അല്ല, കുംഭമേളയാണ്. കേരള സാർ 100% ലിറ്ററസി സാർ എന്ന് ഒരു ഭാഗത്ത് അവകാശപ്പെടുമ്പോഴും കുംഭമേളയും സ്നാനവും ബി.ജെ.പിയെ പ്രീണിപ്പിക്കലുമൊക്കെ ഒരുപാട് മലയാളിക്ക് താല്പര്യമുള്ള കാര്യമായി തുടരുന്നു. അതൊരു പ്രൊവോക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിനും സംശയമുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് തന്റെ പോസ്റ്റിന്റെ അവസാന ഭാഗത്ത് വ്യക്തമായി അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ലിറ്ററസിയും ഈശ്വരവിശ്വാസവും കൂട്ടിക്കഴക്കേണ്ട എന്ന്. ഇവിടെ ഏഷ്യാനെറ്റ് ന്യൂസ് വളരെ ഓപ്പൺ ആയി പരിതപിക്കുന്നത് വിദ്യാഭ്യാസമുള്ളവർക്ക് കുംഭമേളയിൽ പോയത് ശരിയായില്ല എന്നാണ്. ഇത്രയുമാണ് യുവരാജ് ഗോകുൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ആണ് യുവരാജ് ഗോകുൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ വന്ന് ശ്രീജിത്ത് പണിക്കർ കമന്റ് ചെയ്തിരിക്കുകയാണ്, ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ്, എന്നാൽ ഗൂഗിൾ പറയുന്നത് സിന്ധു പറഞ്ഞത് ചാനലിന്റെ ഔദ്യോഗിക നിലപാട് ആണെന്നാണ്. ചാനൽ എൻ്റേതല്ല ഗൂഗിൾ, രാജീവ് ചന്ദ്രശേഖരൻ്റേതാണ്. അദ്ദേഹത്തെ വിമർശിക്കുന്ന ഗൂഗിളിന്റെ ഒരു പോസ്റ്റിന്റെ ലിങ്ക് തരാമോ? അതായത് ശ്രീജിത്ത് പണിക്കർ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അതായത് താങ്കളുടെ നേതാവായ ബി.ജെ.പി, അതായത് താങ്കൾ ഏഷ്യാനെറ്റിനെതിരെ സമരം നടത്തുന്നുണ്ടല്ലോ, അതായത് അതിന്റെ തലപ്പത്തിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെ വിമർശിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ ഇട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് എനിക്ക് അയച്ചു പരസ്യമായി വെല്ലുവിളിക്കുകയാണ് യുവരാജ് ഗോകുലിനെ ശ്രീജിത്ത് പണിക്കർ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് നേതാക്കളും തമ്മിൽ പരസ്പരം പോരടിക്കുകയാണ്. അപ്പോൾ യുവരാജ് ഗോകുൽ കൊടുത്ത മറുപടി എന്താണെന്ന് അറിയോ? അതായത് ഞാൻ വിമർശിച്ചത്, അതായത് ഏഷ്യാനെറ്റിന് മൊത്തമാണ്, ആ ഏഷ്യാനെറ്റിന്റെ ഭാഗമാണ് രാജീവ് ചന്ദ്രശേഖർ. അത് ഓരോ എംപ്ലോയീസിനും പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. അതായത് പ്രതിഷേധിക്കുന്നത് മൊത്തം ഏഷ്യാനെറ്റിനെതിരെ തന്നെയാണ്. അതിൽ ഓരോ വ്യക്തികളെയും പേരെടുത്ത് പറയേണ്ട, അതായത് അവിടെ ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്, അവരെല്ലാം ചേർത്താണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്, അവർക്കെതിരെയാണ് പ്രതിഷേധിക്കുന്നത് എന്ന മറുപടിയാണ് യുവരാജ് ഗോകുൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ ഒരുപാട് കമന്റുകൾ ഞാൻ വായിച്ചു നോക്കി. അതിൽ കൂടുതൽ മനസ്സിലാക്കുന്നത് കൂടുതലും ശ്രീജിത്ത് പണിക്കർക്കെതിരെയാണ്. അതായത് ഏഷ്യാനെറ്റ് സിന്ധു സുരകുമാർ ആ കവർ സ്റ്റോറി എന്ന് പറയുന്ന പരിപാടിയിൽ വളരെ തെണ്ടിത്തരമാണ് ചെയ്തത്. വളരെ മ്ലേച്ഛമായ രീതിയിലാണ് ഹിന്ദുത്വത്തെയും സനാതന ധർമ്മത്തെയും കുംഭമേളയൊക്കെ അപമാനിച്ചത്. അത് എങ്ങനെ പറയുന്നുണ്ടോ, എങ്ങനെ പറയാൻ തോന്നി? അതായത് അക്ഷരാഭ്യാസമില്ലാത്ത ആൾക്കാരാണ് കുംഭമേളയിൽ പങ്കെടുക്കുന്നത്. അതായത് കേരളത്തിൽ നിന്ന് പോലും ഒരുപാട് ആൾക്കാർ പോകുന്നത് ഇവിടെ എന്താ പറയണ്ടേ, ഈ ഹിന്ദുത്വത്തെ പുലുകുന്നത് ബി.ജെ.പിയുടെ വളർച്ചയ്ക്ക് സൂചിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത്. എടോ ഞാൻ പറയട്ടെ, ഈ കുംഭമേളയിൽ പങ്കെടുത്ത എല്ലാവരും ബി.ജെ.പിക്കാരാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ കേരളത്തിൽ 10 ലക്ഷത്തോളം ആൾക്കാർ അവിടെ, മലയാളികൾ അവിടെ എന്താ പറയുക
പറയുക കുംഭമേളയിൽ പങ്കെടുത്തു. ഈ 10 ലക്ഷം എന്താ പറയുക ആൾക്കാരും BJP വോട്ട് ചെയ്യുന്ന ആൾക്കാരാണോ? അല്ല. അവിടെ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു, കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു, BJPക്കാരുണ്ടായിരുന്നു, എല്ലാ പാർട്ടിപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. എന്തിന് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുകളും കുംഭമേളയിൽ പങ്കെടുത്തു. അപ്പോൾ ഈ ശ്രീജിത്ത് പണിക്കരും യുവരാജ് ഗോകുലും എന്താണ് ശ്രീജിത്ത് പണിക്കർ ഇപ്പോൾ ശരിക്കും അവർ വെള്ള പൂശുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ചില കമൻറ്റുകൾ ഞാൻ നോക്കിയപ്പോൾ മനസ്സിലാവുന്നത് ഇപ്പോൾ ചാനൽ ചർച്ചയിൽ ശ്രീജിത്ത് പണിക്കർ വേറെ ഒരാളും വിളിക്കാറില്ല, ഏഷ്യാനെറ്റ് മാത്രമാണ് വിളിക്കാറ്. അപ്പോൾ അതുകൊണ്ടാണ് എന്താ പറയുക അവർ വെള്ളപൂശാൻ വേണ്ടി ശ്രീജിത്ത് പണിക്കർ രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം എന്താ പറയുക BJP അണികളുടെ ഇടയിൽ നിന്നും BJPയുടെ പ്രവർത്തകരുടെ ഇടയിൽ നിന്നും ശക്തമായ പ്രതിഷേധം ശ്രീജിത്ത് പണിക്കർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അതായത് കേരളത്തിലെ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടാണ്, പാർട്ടി ഭേദമന്യേ ഹിന്ദു സമൂഹം. അതായത് ഈ ഏഷ്യാനെറ്റിനെതിരെ പ്രതിഷേധിക്കുന്ന BJPക്കാർ മാത്രമല്ല, അതായത് ഈ കമ്മ്യൂണിസ്റ്റുകാരിലെ ഹിന്ദുക്കൾ പോലും ഇവർക്കെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. അത്ര മോശമായ രീതിയിലാണ് ഈ സിന്ധു സുരകുമാർ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അപ്പോൾ അതിന് വെള്ളപൂശാൻ നടക്കുന്ന പണിക്കരെതിരെ തക്കതായ രീതിയിൽ തന്നെയാണ് യുവരാജ് ഗോകുലും മറുപടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശ്രീജിത്ത് പണിക്കർ ഉന്നയിക്കുന്ന ഒരു പ്രധാന ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുവരാജ് ഗോകുലി രാജീവ് ചന്ദ്രശേഖർ വിമർശിക്കുന്നുണ്ടോ, അതായത് ഏഷ്യാനെറ്റ് തലപ്പത്തിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരോട് പോയി പറ, അല്ലാണ്ട് ചുമ്മാ പ്രതിഷേധിക്കുമല്ല വേണ്ടാത്ത തരത്തിലാണ് ശ്രീജിത്ത് പണിക്കർ പറയുന്നത്. അത് ചില BJP അണികളും പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇത്രയും വളരെ ഗുരുതരമായ ഒരു കാര്യം നടന്നിട്ടും എന്തുകൊണ്ട് സിന്ധു സൂര്യകുമാറിനെ ആ ചാനലിൽ നിന്ന് പുറത്താക്കുന്നില്ല എന്നൊരു വളരെ ഗുരുതരമായൊരു കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, രാജീവ് ചന്ദ്രശേഖർ ഈ പരിപാടി ഹിന്ദു സമൂഹത്തിന് വേദന ഉണ്ടാക്കുന്നു എന്ന് തോന്നി എന്നാണ്. അങ്ങനെയൊക്കെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് ഈ രാജീവ് ചന്ദ്രശേഖർ. അതായത് ഇപ്പോഴും അദ്ദേഹത്തിന് സീരിയസ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. അതായത് ഈ സിന്ധു സുരകുമാറിനെ പിടിച്ച് പുറത്താക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ഇയാൾ പറഞ്ഞത് അതൊരു സെപ്പറേറ്റ് ബിസിനസ് എൻറ്റിറ്റി ആണെന്ന്. അതല്ല, അങ്ങനെയല്ല കാര്യം. അങ്ങനെയാണ് പിന്നെ എന്തിനാണ് ഇയാൾ എന്താ പറയുക അതിൻ്റെ ഓണർ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്? പിടിച്ച് പുറത്താക്കണേ. ഇത്തരത്തിൽ അത്ര വർഷമായി ഈ ഏഷ്യാനെറ്റ് എന്താ പറയുക ഈ BJPക്കെതിരെ ഇവിടെ ഹിന്ദുക്കൾക്കെതിരെയും സനാതന ധർമ്മത്തേക്ക് അപമാനിക്കുന്നത്. ഇവിടെ ഡൽഹിയിൽ NRC സമരമൊക്കെ നടക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നമായിരുന്നു. ആ പേരിൽ ഒരു ചാനൽ ബാൻ ചെയ്തില്ലേ? 24 മണിക്കൂർ കൊണ്ട് ആ ബാൻ ലിഫ്റ്റ് ചെയ്തത് ആരാണ്? ഇവർക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാണ്? ഇത്രയും കേരളത്തിൽ BJPക്കെതിരെ ചെയ്തിട്ടും എന്താ പറയുക പെട്ടെന്ന് തന്നെ എന്താ പറയുക നേതാക്കന്മാർ ഇടപെട്ടിട്ട് ആ ബാൻ എടുത്തു കളഞ്ഞു. അപ്പോൾ അത്രത്തോളം സ്വാധീനമുണ്ട് കേന്ദ്ര സർക്കാരിൽ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അത്രത്തോളം ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് സ്വന്തം ചാനലിൽ ഇത്രത്തോളം ഉടായ്പ നടത്തുന്ന ഒരു സ്ത്രീയെ പിടിച്ച് പുറത്താക്കാൻ പറ്റില്ലേ? ഒരു ജോലിക്കാരി പിടിച്ച് പുറത്താക്കാൻ പറ്റില്ലേ? അത് തന്നെയാണ് BJP അണികളും ചോദിക്കുന്നത്. അപ്പോൾ ശ്രീജിത്ത് പണിക്കർ ആ റേഞ്ചിൽ അല്ല പറഞ്ഞത്. പക്ഷേ എന്തായാലും ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് എന്തായാലും ശരിയായില്ല. അതായത് ആ പരിപാടി വെള്ളപൂശുന്ന തരത്തിലേക്ക് പറയേണ്ട കാര്യമില്ല. അത് വേറെ സൈഡ്. അത് രാജീവ് ചന്ദ്രശേഖർ എന്തുകൊണ്ട് സിന്ധു സുരകുമാർ പുറത്താക്കുന്നില്ല വേറെ സൈഡ്. പിന്നെ ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ അതിന് പരസ്യമായി വെള്ളപൂശുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അപ്പോൾ ഇതിനെതിരെ തന്നെയാണ് യുവരാജ് ഗോകുലും രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ സൈബർ ഇടത്തിൽ ഇപ്പോൾ എന്താ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ പൊരിഞ്ഞ അടിയാണ്. അതിനെതിരെ ഒരുപാട് കമൻറ്റുകളുണ്ട്. നിങ്ങൾക്കത് വായിച്ച് നോക്കണം. അവർ ഫേസ്ബുക്ക് പോസ്റ്റിന് അണ്ടറിൽ പോയാൽ മതി. ശ്രീജിത്ത് പണിക്കർ യുവരാജ് ഗോകുലിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, അതിൻ്റെ അടിയിലോട്ട് പോയി നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അതായത് ഓരോ ആൾക്കാർ തെറി വിളിക്കുന്നത്, അതായത് കൂടുതലും ശ്രീജിത്ത് പണിക്കറാണ് തെറി വിളിക്കുന്നത്. അതായത് സിന്ധു സുരകുമാറിനെ പോലത്തെ ഒരു ഭൂലോക ഫ്രോഡിനെ വെള്ളപൂശുന്ന തരത്തിൽ, അതായത് ഹൈന്ദവ ധർമ്മത്തെയും സനാതന ധർമ്മത്തെയും പരസ്യമായി വർഷങ്ങളായിട്ട് അപമാനിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന പരിപാടി ചെയ്യുന്ന ആ ലേഡിയെ പരസ്യമായി വെള്ളപൂശുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ചു. പിന്നെ അത് മാത്രമല്ല, ഞാനൊരു BJP നേതാവാണെങ്കിൽ ഒരു ചെറു പുഞ്ചിലോട് കൂടി മാത്രമേ ഇത് സ്വീകരിക്കുമെന്നാണ് പണിക്കർ പറഞ്ഞിരിക്കുന്നത്. അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇവിടുത്തെ BJPകൾ തൃപ്തരാവണമെങ്കിൽ, BJP അണികൾ അടങ്ങണമെങ്കിൽ ശരിക്കും രാജീവ് ചന്ദ്രശേഖർ ഈ സിന്ധു സുരകുമാറിനെ പുറത്താക്കണം. അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാവും. അതായത് അദ്ദേഹത്തിന് എന്താ പറയുക, അദ്ദേഹം BJP പ്രസിഡന്റ് ആകുമെന്ന് പറയപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരിൽ ഒരാളാണ്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് സാധ്യത എല്ലാം അടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എന്താ പറയുക തിരുവനന്തപുരത്ത് നിയമത്തെ അദ്ദേഹം മത്സരിക്കുമെന്നും പറയുന്നുണ്ട് 2026. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയുടെ കട്ടക്കൽ തന്നെയാണ് സിന്ധു സൂര്യകുമാർ കത്തിവെച്ചിരിക്കുന്നത്. BJP അണികൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഈ തള്ളയെ പുറത്താക്കാതെ BJP അണികൾ സാറ്റിസ്ഫൈഡ് ആവില്ല. എന്ത് തന്നെയാലും ഇതിൻ്റെ പേരിൽ ഈ BJPയുടെ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് ശ്രീജിത്ത് പണിക്കരെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ചാനൽ ചർച്ചയിലൊക്കെ ചർച്ച ചെയ്യുന്ന, BJPയുടെ ആശയങ്ങൾ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ യുവരാജ് ഗോകുലും ശ്രീജിത്ത് പണിക്കറും നമ്മൾ അടി സോഷ്യൽ മീഡിയ വൻ ചർച്ചയായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം ഏതറ്റം വരെ ഇത് പോകുമെന്ന്. മുമ്പ് സുരേന്ദ്രനായിട്ട് ശ്രീജിത്ത് പണിക്കർ അടി കൂടിയിരുന്നു. അത് ഏകദേശം എന്താ പറയുക ഇപ്പോഴും അതിൻ്റെ കനലുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ രണ്ട് ആൾക്കാരും തമ്മിൽ അടി കൂടുന്നത്. നമുക്ക് നോക്കാം ഏതറ്റം വരെ പോകുമെന്ന്. നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.